അങ്ങനെ നമ്മുടെ റോസാപ്പൂ ജേണലിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇത് കേട്ടോ. ഇതിൽ വലിയ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, അതായത് രമണ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സത്യത്തിൽ നല്ല എളുപ്പമായിട്ടൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്തതിൻ്റെ പല മിസ്റ്റേക്കുകളും എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു വെപ്രാളവും ആക്രാന്തവും ഒക്കെ പിടിച്ച് ചെയ്തതുകൊണ്ട് അതിൻ്റെതായ ഇതൊക്കെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നന്നായി ശ്രദ്ധിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ കണ്ട പോലെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് റഫായിട്ട് വരച്ചതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോങ് സൈഡിൽ ഇതുപോലെ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന്. നമ്മൾ ചെയ്യേണ്ടത് സെലോ ടേപ്പിൻ്റെ വീതിനേക്കാളും ഇച്ചിരി ചെറിയതായിട്ട് വേണം നമ്മൾ അകത്ത് വെട്ടിയെടുക്കാൻ. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. എനിക്ക് അതെന്തോ ആ ബുദ്ധി എനിക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ അബദ്ധമാണിത്. ഞാൻ പൂവെടുത്ത് ഒട്ടിച്ചപ്പോൾ ഇത് സെലോ ടേപ്പല്ലേ, അതിൽ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ പിന്നെ എനിക്കതിനെ ഇളക്കി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റാൻ എനിക്ക് പേടിയായി. ഇത് ഉണങ്ങിയ പൂവല്ലേ, അതങ്ങനെ പറഞ്ഞു വന്നാലോ എന്ന് ഓർത്തിട്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം വെക്കുമ്പോൾ തന്നെ കറക്റ്റ് പൊസിഷൻ നോക്കി നല്ല ഭംഗിയിൽ മര്യാദയ്ക്ക് വെക്കണം, അത്രേ ഉള്ളൂ. ഇനി എൻ്റെ മൂന്നാമത്തെ അബദ്ധമാണ് ഈ കാണുന്നത്. അതായത് ആ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് കുറച്ചൊരു മോശമായിട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രൗൺ പേപ്പർ എടുത്തിട്ട് സംഭവം ഒട്ടിച്ച് വെച്ചത്. പക്ഷേ എന്തു പറ്റി, നമ്മൾ ഉള്ളിലുള്ള ആ വട്ടം ഉണ്ടല്ലോ വെട്ടിയെടുത്ത്, അതിനേക്കാളും ഇച്ചിരി കൂടെ കുഞ്ഞായിരിക്കണം ഇത്, എന്നാലേ ആ സൈഡൊന്നും കാണാതെ നല്ല കവറായിട്ടെല്ലാം ഇരിക്കുള്ളൂ. അതും എനിക്ക് അബദ്ധം പറ്റി. വെട്ടിയെടുത്തപ്പോൾ അത് കുറച്ചും കൂടെ വലുതായിപ്പോയി. അതുകൊണ്ട് കാണാം എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികേടാണെന്നൊന്നുമല്ല, മോശമൊന്നുമില്ല, എന്നാലും പെർഫെക്ഷൻ കുറച്ച് കുറഞ്ഞു പോയി എന്ന് മാത്രം. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ സാധാ ജേണൽ ചെയ്യുന്ന പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു പഴയ ഡയറിയാണ്, എൻ്റെ 2015 ഡയറിയാണ്. ഇവിടെയൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ തപ്പലുകളാണല്ലോ പഴയ ബുക്കുകളും ആക്രി സാധനങ്ങളൊക്കെ. അങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയതാണ്. അതിൽ 1-2 പേജൊക്കെ ബാക്കിയുണ്ടായിരുന്നു. 1-2 പേജല്ല, ഇഷ്ടംമാതിരി പേജുണ്ട്. പഴയതാണല്ലോ, ഒരു 10 വർഷമൊക്കെ ആയി. 2015 അത്. അതുകൊണ്ട് തന്നെ അതിൽ കളറൊക്കെ മങ്ങിയിട്ടൊരു വിൻറ്റേജ് വൈബ് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇംഗ്ലീഷ് പേപ്പറൊന്നുമില്ല, ഇവിടെ ഒന്നും ഇംഗ്ലീഷ് പേപ്പറൊന്നും വരുത്താറില്ല. ഇനി വന്നാലും നല്ല വൈറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ ഒരു തൊഴിൽ വാർത്തയാണിത്. അതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഭാഗമാണ് ഞാൻ ഈ വെട്ടി ഒട്ടിച്ചേക്കുന്നത്. എന്നിട്ട് വെട്ടിയിട്ടല്ല, ജസ്റ്റ് കീറി ഒട്ടിച്ചു, സൈഡൊക്കെ ഇങ്ങനെ വെട്ടി ഒന്ന് കറക്റ്റാക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ സത്യത്തിൽ ആ ഡയറി അങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിൻറ്റേജ് ജേണലിലൊക്കെ കാണാമല്ലോ ഇതുപോലെ സ്റ്റിക്കർ പോലെയൊക്കെ ബോർഡറൊക്കെ ഉള്ള വിൻറ്റേജ് ബോർഡറൊക്കെ ഉള്ള സ്റ്റിക്കർ, അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഞാൻ ബോർഡർ വരച്ച് വിൻറ്റേജ് ബോർഡർ ആയില്ലെങ്കിലും എന്തോ ഒരു ബോർഡർ എന്തായാലും ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് ആവുന്ന പോലെ അങ്ങ് വരയ്ക്കുക, ഇതൊക്കെ ആയാലും ഒരു രസം. പിന്നെ കാണുമ്പോൾ ഒരു രസമാണ്, അങ്ങനെയൊക്കെ തോന്നും നമുക്ക്, കൊള്ളാം എന്നുള്ളൊരു ഇതും. പിന്നെ നമുക്കുണ്ടല്ലോ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ടും ഇത്രയും നന്നായി വരുന്നുണ്ടല്ലോ, അപ്പം നമുക്കൊരു ഭയങ്കര ഭംഗിയാണെന്നല്ല കേട്ടോ, എന്നാലും നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. അത് തന്നെ കാര്യം, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. പിന്നെ ഇതിൽ നമ്മൾ പൈസയൊന്നും ഒരുപാട് മുടക്കിയൊന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഫുൾ ടൈം ഫോണിലൊക്കെ കളിച്ചിരിക്കുമ്പം നമുക്ക് നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും ഒക്കെ മൊത്തത്തിൽ ഒരു റെസ്റ്റും കിട്ടും. പിന്നെ ഇതിനേക്കാളും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, 24 മണിക്കൂർ ഫോണിലാണെന്നുള്ള അമ്മയുടെ വഴക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുമ്പം അതിനും പറയുവേ, അവിടെ എല്ലാം പേപ്പർ കീറിയിടുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. എന്നിരുന്നാലും നമുക്ക് ആ ഫോണിലാണെന്നുള്ള വഴക്കിൽ നിന്ന് കുറച്ച് രക്ഷ കിട്ടും. അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരുപാട് അബദ്ധം പറ്റിയ കൂട്ടത്തിലുള്ളതാണ് ഈ ഫെബ്രുവരി എന്ന് എഴുതിയതും കേട്ടോ. കാരണം ഫെബ്രുവരിന്ന് ഞാൻ ആദ്യം 1-2 പ്രാവശ്യം പല രീതിയിൽ എഴുതി, ഇഷ്ടപ്പെടാതെ 3-ാമത്തെ തവണയാണ് എഴുതിയത്. അടുത്ത അബദ്ധമാണിത്. എങ്ങനെയോ അവിടെ ഇച്ചിരി പച്ച പെയിൻ്റ് ആയിപ്പോയി. പിന്നെ ഡയറിയിൽ നിന്ന് തന്നെ ഒരു പീസ് വെട്ടിയെടുത്ത് ഒട്ടിച്ചതാണ്. ഒരു വാഷി ടൈപ്പ് പോലെയൊക്കെ കിട്ടണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒന്നും അതിൽ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാ ഡയറിയിലും എല്ലാ പേജിലും മിക്കവാറും പേജിലൊക്കെ കാണുമല്ലോ ഒരു ഷേപ്പ്, ഒരു ക്യാലണ്ടർ, അത് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്തു നോക്കണേ. പിന്നെ മടിക്കാതെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നേ, എന്തിനാ മടി?